ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ നമ്മുടെ അഞ്ജലിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഭർത്താവായിട്ടുള്ള അർജുൻ തന്നെ തുറന്നു പറയാട്ടോ. അതായത് അഞ്ജലി ഞാൻ നിർബന്ധിച്ചാൽ പോലും ഒളിച്ചോടി വിവാഹം കഴിക്കാൻ തയ്യാറല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അഞ്ജലിക്ക് അഞ്ജലിതായിട്ടുള്ള നിലപാടുണ്ട്, സത്യസന്ധതയുണ്ട്, നീതിയുണ്ട്. അത് വിട്ട് അഞ്ജലി ഒരിക്കലും ഒന്നും ചെയ്യില്ല. ഞാൻ നിർബന്ധിച്ചാൽ പോലും. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നോ? അന്ന് തൊട്ടു മുമ്പിൽ മരണോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു താലികെട്ട് മാത്രമേ മുൻപിലുണ്ടായിരുന്നുള്ളൂ. മരണം വെച്ചാല് വേറൊന്നുമല്ല, ആ കുറുപ്പിന്റെ ഗുണ്ടകൾ, ആ കാർത്തികിന്റെ ഗുണ്ടകൾ എല്ലാരും വെട്ടുകത്തിയായിട്ട് മുൻപിൽ നിൽക്കാണ്. എവിടെ ഓടിപ്പോണെന്ന് എനിക്കും അഞ്ജലിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ വിവാഹം കഴിക്കാൻ വന്ന വധുവരന്മാരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഞങ്ങളെ സ്റ്റേജിൽ കൊണ്ടേ നിർത്തിയത് അവിടുത്തെ ആളുകൾ തന്നെയാണ്. അത് എന്ന ദൈവത്തിന് നിയോഗമായിരിക്കും എന്ന് കരുതി ഞാനാണ് അഞ്ജലിയുടെ കഴുത്തിലേക്ക് താലി ചാർത്തിയത്. നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു. അഞ്ജലിക്ക് ഞാൻ പറഞ്ഞതാണ്, വീട്ടില് പ്രശ്നമെന്നുണ്ടെങ്കിൽ താലിമാല ഒരു വെക്കും. ഞാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് പെണ്ണു ചോദിച്ചു വരാം, അപ്പൊ ഈ താലിമാല ഇട്ടാ മതി, അത് കഴിഞ്ഞിട്ട് താലിമാലിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അഞ്ജലി എന്താ പറഞ്ഞറിയാവോ? അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് വളർന്നൊരു പെൺകുട്ടിയാണ്. താലി എന്ന് പറഞ്ഞാൽ അതിന്റെ പരിശുദ്ധി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അത് അവൾ ഒരിക്കലും മൂരില്ല എന്നാണ് പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ, എങ്കിലും ഞാൻ നാളെയോ മറ്റന്നാളോ എന്റെ അച്ഛനും അമ്മേനും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് സത്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ഉണ്ടായ മകളാണ് അഞ്ജലി. ഞാൻ പരിചയപ്പെട്ട് 3-4 മാസേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, എത്ര വർഷം കൂടെ നിന്ന് എന്നുള്ളതിലല്ല, അവരെത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിനാണ് കാര്യം. ഇത്രയും വർഷം കൂടെ നിന്നിട്ടും അഞ്ജലി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊന്നും നിങ്ങൾ ഒരാള് പോലും ചോദിക്കോ അന്വേഷിക്കോ ഒന്നും ചെയ്തില്ലല്ലോ. കഷ്ടം തന്നെ. നിങ്ങളെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു രൂപം ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ നിങ്ങൾ തന്നെയാണ് തകിടം മറിച്ചത്. കാരണം അഞ്ജലി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും, എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള കാര്യം അച്ഛനായിട്ടുള്ള നിങ്ങളെങ്കിലും ചോദിച്ചോ എന്നൊക്കെ പറയുമ്പോ ശ്യാമള പറയേണ്ട മതി, നിർത്ത്. എന്തായാലും വിവാഹം കഴിച്ചത്, അതായത് ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അഞ്ജലിനെ കുറിച്ച് ഞങ്ങൾക്കൊരു സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ശ്യാമള പറയുമ്പോ അർജുൻ പറയണ്ട്, എല്ലാ മാതാപിതാക്കളും പറഞ്ഞൊരു ഡയലോഗാണിത്. വളർത്തി വലുതാക്കിയ കുട്ടികളെ കുറിച്ച് സ്വപ്നം ഉണ്ടായിരുന്നു, സങ്കല്പം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ശരി, നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതാണോ അഞ്ജലിയുടെ ജീവിതം? അല്ല, ഞാൻ ചോദിക്കണമെന്നേ ഉള്ളൂ. ഒരു കുട്ടി വളർന്നു വരുമ്പോ അവളുടെ സ്വാതന്ത്ര്യമാണ് ആരെ വിവാഹം കഴിക്കണം, എന്ത് പഠിക്കണം, എന്ത് ജോലിക്ക് പോകണം എന്നുള്ളതൊക്കെ. അവര് തെറ്റായ വഴി കൂടി പോകുമ്പോ അത് തെറ്റാണ് എന്ന് പറയുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അല്ല, അവര് ശരിയായിട്ടുള്ള വഴി കൂടിയാണ് പോണെന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവള് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവളുടെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ ശ്യാമളൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അഞ്ജലി, നിനക്ക് രാജുവിനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാം, നിനക്ക് ഇനി ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ച് പറയാണ് ശ്യാമള. ഇത് കേൾക്കുന്ന അഞ്ജലിക്ക് വല്ലാത്ത ഷോക്ക് ആവുന്നുണ്ടെങ്കിലും അർജുൻ പറയുന്നുണ്ട്, എടോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഇവിടുന്ന് പ്രതീക്ഷിച്ചുള്ളൂ, താൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, തനിക്ക് ഞാനുണ്ടല്ലോ, നോക്ക് ഞാനുണ്ട്, ഞാൻ തന്നെ നോക്കും പൊന്നുപോലെ. തന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തനിക്ക് ജീവിക്കാനുള്ള അവകാശം ഞാൻ തരും. അല്ലാതെ തൊട്ടേനും പിടിച്ചതിനും അഞ്ജലി തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തുകയോ ക്രൂശിക്കുകയോ ഒന്നും ഞാൻ ചെയ്യില്ല. ഇനി രാജീവിന്റെ ഭാര്യയായിട്ട് തനിക്ക് കഴിയാം. ഇത്ര നാള് 10-25 വർഷം ശിവരാമകൃഷ്ണന്റെ മകളായിട്ട് താൻ കഴിഞ്ഞു. ഇനി തന്റെ ജീവിതാവസാനം വരെ അഞ്ജലി രാജീവായിട്ട് തനിക്ക് കഴിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് സ്ലോ മോഷനിൽ പോവാട്ടോ. താൻ ജനിച്ചു വളർന്ന വീട് വളരെ വിഷമത്തോടു കൂടി തന്നെ നോക്കി പിന്നിലേക്ക് നോക്കി അഞ്ജലി അവിടുന്ന് പോവാണ്. അഞ്ജലി ചെയ്ത തെറ്റോ ശരിയോ എന്താണെങ്കിലും അതൊരു വട്ടം കേൾക്കാൻ പോലും വീട്ടുകാർ തയ്യാറാവുന്നില്ല. ഇപ്പത്തെ കാലഘട്ടത്തിലെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണല്ലോ. നാട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് സ്വന്തം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ഏറെ കുറെയൊക്കെ മാതാപിതാക്കൾ തന്നെയാണ്. ആ ഒരു രീതി തന്നെയാണ് ഇപ്പൊ കഥയിലും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അർജുന അഞ്ജലിയും കൂട്ടിക്കൊണ്ട് എവിടെ പോകണമെന്ന് അറിയില്ല. അവര് ജസ്റ്റ് ഒരു തട്ടുകടയിൽ കയറാൻ അഞ്ജലിക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കാനും. അഞ്ജലി ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് അർജുൻ നേരെ നിന്നിട്ട് നമ്മുടെ അമ്പാടിനെ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്പാടിയെടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയണുണ്ട്. ഇതൊക്കെ എനിക്ക് നിന്നോട് പറയണോന്നുണ്ടായിരുന്നോ, പക്ഷെ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അഞ്ജലിനും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ല. എടാ, നീ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞാടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ വീട്ടിൽ അഞ്ജലിനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാലോ. അമ്പാടി പറഞ്ഞു, നിന്റെ വീട്ടിൽ കൊണ്ടുപോയിന് നിന്റെ മരണം മാത്രല്ല അഞ്ജലിയുടെ മരണവും സംഭവിക്കുമല്ലോ. നീ ഒരു കാര്യം ഒന്നും ആലോചിക്കണ്ട, എന്റെ അളിയനെന്ന് പറഞ്ഞ തെണ്ടി ഇവിടെ ഇല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അഞ്ജലിനെ ഇങ്ങോട്ട് കൊണ്ടോ. എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പെങ്ങളെ പോലെ, എന്റെ വീട്ടുകാർക്കാണെങ്കിലോ പെമ്പിള്ളേരെ എത്രമാത്രം ഇഷ്ടമെന്ന് നിനക്ക് അറിയാലോ, ഇങ്ങോട്ടേക്ക് പോര് എന്ന് അമ്പാടി പറയാണ്.
അത് കേട്ട് അർജുൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് അമ്പായിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോഴും അഞ്ജലി ചോദിക്കണ്ട് രാജു, ഇനിയിപ്പോ രാജുവിന്റെ വീട്ടിൽ പോയിട്ട് അവര് നമ്മളെ കേറ്റുന്നില്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ട്രൈ ചെയ്തുകൂടെ? ചിലപ്പോ എന്റെ വീട്ടുകാരെ പോലെയല്ല, രാജുവിന്റെ വീട്ടുകാർ ചിലപ്പോൾ കുറച്ചു നന്നിട്ട് മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിലോ, നമുക്ക് രാജുവിന്റെ വീട്ടിൽ പോയാ പോരെ എന്നൊക്കെ അഞ്ജലി ചോദിക്കുമ്പോ അർജുൻ പറഞ്ഞിടോ, എന്റെ വീട്ടില് പോണിന് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ അവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം അമ്പായിയുടെ വീട്ടിൽ നിൽക്കുക, അമ്പായിയുടെ പെങ്ങളും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിർത്തിയതിനു ശേഷം അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു വാടക വീട് അങ്ങനെ എടുത്താലോ എന്നൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടും നമ്മുടെ ഇന്ദിര വീട്ടിലുണ്ടായിരുന്നു. ഇന്ദിര അപ്പൊ തന്നെ ഫോൺ എടുത്തുകൊണ്ട് നമ്മുടെ അനുപമേനെ വിളിക്കുന്നുണ്ട്. എടി അനു, ഇവിടെ വലിയൊരു സംഭവം നടന്നടി, എന്താ അമ്മ ഈ കാര്യം എന്ന് ചോദിക്കുമ്പോ, അതെ ആ അഞ്ജലി ആ രാജു എന്ന് പറഞ്ഞ ഒരു ആ കെട്ടിയ പയ്യനുണ്ടല്ലോ, അവനുമായിട്ട് വന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ശ്യാമള എടുത്തും ശിവരാമേട്ടന് പറഞ്ഞ് അറിയാതെ വിവാഹം കഴിച്ചു പോയതാണെന്നും കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിവാഹം കഴിച്ചാണെന്ന് എന്തൊക്കെയോ സിനിമാ കഥ പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛനമ്മത് കേട്ട് വിശ്വസിച്ചോ? അവൻ അകത്ത് കയറ്റിയോ? അവനകത്ത് കയറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അനുപമ കേട്ടോ. ഇത് കേട്ട് നമ്മുടെ അമ്മായി പറയണ്ടില്ലടി, ശ്യാമയുടെ സ്വഭാവം നിനക്ക് അറിയാലോ, ഭൂമി കുലുങ്ങിന്ന് പറഞ്ഞാലും അകത്ത് കയറ്റില്ല. ശിവരാമേട്ടൻ ചെറിയ മനസ്സിനെ പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പേടിച്ചു എങ്ങനെ കേറ്റുമെന്ന്, പക്ഷെ കേറ്റിയില്ല. എന്നിട്ട് അവരെവിടെ പോയി? അവന്റെ വീട്ടിൽ അവളെ കൊണ്ടുപോയി കാണും. അവന്റെ വീട്ടിലേക്കോ? അതെ, പിന്നെ എവിടെ കൊണ്ടുപോകാനാ, കെട്ടിയ പെണ്ണല്ലേ, അവൻ കൊണ്ടുപോയി കാണും എന്നൊക്കെ അമ്മായി പറയണത് കേൾക്കണത് നമ്മുടെ അനുപമക്ക് ആകെ ടെൻഷൻ ആവട്ടെ. ഈശ്വരിനി വിടെങ്ങാനും അവിടെ വരുമോ എന്നൊരു ടെൻഷൻ നല്ല രീതിയിൽ തന്നെ അനുപമക്ക് ഉണ്ടാവാണ്. അനുപമ അപ്പൊ തന്നെ ഈശ്വരിനി അവൻ ഇവിടെ വരാതിരിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് അനുപമ. അവസാനം അനുപമക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. ഈ അർജുൻ ജീവനോടിരുന്നാലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, അർജുൻ ചത്തു കഴിഞ്ഞാൽ ഇത്രയും ടെൻഷനോ കാര്യങ്ങളുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അർജുൻ അങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ എന്താണ് അനുപമാട്ടോ. അതിനുശേഷം കുറച്ച് ഗുണ്ടകളെ വിളിക്കുന്നുണ്ട്. അത് കാർത്തിക്കിന്റെ ഗുണ്ടകൾ തന്നെയാണ്. അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്, അവൻ ഇല്ലാതാക്കണം, പിന്നെ വെറുതെ ഇല്ലാതാക്കുന്ന വേണ്ട പൈസ അടിച്ചു മാറ്റിയത്, അവൻ മരിക്കുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചെന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരാന്ന് പറയണം. അങ്ങനെ ഗുണ്ടകൾ ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. അർജുനാണെങ്കിൽ ഒരു വാടക വീട് അന്വേഷിച്ച പോകുന്ന സമയത്ത്, ഒറ്റയ്ക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കുറച്ച് ഗുണ്ടകൾ വന്ന് അർജുനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അർജുൻ അവരെ പൊരുതി നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഗുണ്ടകൾ പുറകേന്ന് വന്നിട്ട് അർജുൻ ഒരുപാട് അടിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ അവിടേക്ക് മലർന്ന് വീഴുകയും അർജുൻ അവർ പൊക്കിയെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യണത്. അപ്പൊ അർജുൻ അവിടെ അഭിനയിക്കുകയാണ്. കാരണം അവിടുത്തെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭിനയം മാത്രമേ വഴിയുള്ളൂ. മുങ്ങിച്ചാവാൻ പോണ പോലെ അഭിനയിക്കുകയാണ്. അതിന്റെ വീഡിയോ എടുത്തിട്ട് അവർ അവിടെ നിന്ന് പോവാണ്. അപ്പൊ അർജുൻ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇത് ആരോ കൊടുത്ത കൊട്ടേഷൻ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്താലേ പൈസ കൊടുക്കൂന്ന് വല്ല അവരുടെ യജമാനന്മാര് പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും എന്ന് അർജുന മനസ്സിലാവാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തത് നമ്മൾ അനുപമയാണെന്ന് അഞ്ജലി മനസ്സിലാക്കുന്ന ഒരു സമയം വരും കേട്ടോ. ഹിന്ദിയിൽ അങ്ങനെയാണ്. അർജുന കുറെ പ്രാവശ്യം ഈ അനുപമ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അറിഞ്ഞു കഴിയുമ്പോഴുണ്ട് നമ്മുടെ അഞ്ജലി ഒരു ആനടിക്കുന്ന രംഗമുണ്ട് അനുപമേനെ. പിന്നെ അനുപമ ഇപ്പൊ ദുഷ്ടിയൊക്കെ ആണെങ്കിലും അഞ്ജലി വിവാഹം ഇപ്പൊ കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ശംഖുചക്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അനുപമക്ക് വേണ്ടി അനുപമ പാവമാവും കേട്ടോ. അപ്പൊ അനുപമക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു സിസ്റ്റർ ആയിട്ട് അനുപമയും അഞ്ജലി മാറുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അനുപമയുടെ കുറച്ച് ദുഷ്ടത്തരങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.